ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്ന് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്നും അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്നു. രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് തോന്നി. അപ്പം കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ചാനലിലൂടെ രേണുസുതിയുടെ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ട് ഈ ഒരു രേണുസുതിയുടെ കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയും ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഈ രേണുവിനെ ചികിത്സിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിസൾട്ടും പേപ്പറും അതുപോലെ മരുന്ന് 4th സ്റ്റേജിൽ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് കീമോയ്ക്ക് മുമ്പ് കൊടുക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രേണുവിനെ ഞാനും വിമർശിച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. രേണു പബ്ലിക്കിൽ കാണിക്കുന്നത് അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്, മോശമാണെങ്കിൽ മോശമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ അവരൊരു ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് 4th സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. നിലവിൽ അവർ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് എന്നറിഞ്ഞുകൊണ്ട് അതെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവരുമായിട്ടുള്ളൊരു കോണ്ടൻറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം ഒരുപാട് പേര് അവർ വിമർശിക്കുന്നുണ്ട്. അവർക്ക് ഇനിയെങ്കിലും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ രേണുസുതിയുമായിട്ടുള്ളൊരു വിഷയം കഴിഞ്ഞു. അവരെ എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ അതൊക്കെ എന്നേ ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെയും ഈ പറഞ്ഞ പോലെ അവരെ പുറമേ ഇങ്ങനെ നടക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴും അവരെ ഈ പറഞ്ഞ പോലെ അവർ പുറമേ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് ഈ ഒരു അവസ്ഥയിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അതിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു അസുഖം എത്രത്തോളം അവരെ വ്യാപിച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം അവരെ ചേച്ചി വന്നുകൊണ്ട് മാത്രമാണ് കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രേണുവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അവരെ ഇങ്ങനെ പുറമേ നടന്ന് വലിച്ചേറി ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ വിമർശിക്കുന്നതോ ഒട്ടും ശരിയല്ല. കാരണം അവർ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ വരെ എത്തി നിൽക്കുവാണ്. ആ സ്റ്റേജിൽ 4th സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4th സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല അവയവങ്ങളിലേക്കും അത് പടർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ ഈ ഒരു അസുഖം ഇങ്ങനെ ചികിത്സിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ അത് ചിലപ്പം കൂടിയെന്ന് വരാം. ചില സിറ്റുവേഷൻ അനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നൊരവസ്ഥ വരെ വരാം. അപ്പം ഇതിന് ചിലപ്പം ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട്, ക്യാൻസർ പേഷ്യൻസിന് ലക്ഷങ്ങൾ രൂപ ചിലവരും മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇനിയും നമ്മൾ അവരെ ഇങ്ങനെ വേട്ടയാടി മാനസികമായിട്ട് അവരെന്തോ ചെയ്യട്ടെ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവരെന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരവരെ പാട്ടിന് വിട്ടുകളയുകയാണ്. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ കാരണം എന്താന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും. പിന്നെയും നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് ക്യാമറ ഓണാക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തായാലും നമുക്കൊരു പ്രോഫിറ്റ് ഇല്ലാതെ ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ട് നമ്മൾ അവരെ വിമർശിച്ചു, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രോ വരെ കൊടുത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും വെറുതെ നമ്മൾ ചെയ്യത്തില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇനിയും ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ടും അവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു അവർ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഒട്ടും ശരിയല്ല. അവർക്ക് ക്യാൻസർ ഉണ്ട്, 4ാമത്തെ സ്റ്റേജാണ്, മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് ഇപ്പം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവരെ വിമർശിച്ചിട്ട് ആ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളും നമ്മളെ ഫാമിലിയും അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പ്രയോജനപ്പെടത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും. കാരണം ഒരാളെ അസുഖം ആ ഒരു അസുഖത്തിൻ്റെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവരെന്ത് ഇതിനു മുമ്പ് എന്ത് വന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരാളാണെങ്കിലും ഇനി അവരെ വിമർശിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരവരെ വഴിക്കങ്ങ് വിടുക. ഇപ്പം രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനാണെങ്കിലും ഭയങ്കര രീതിയിൽ വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് രേണുസുതി. എൻ്റെ വീഡിയോസ്
പ്രീവിയസ് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നോക്കുമ്പോൾ അറിയാം, നല്ല രീതിയിൽ വലിച്ചേറി ഒട്ടിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എനിക്കും കാണിച്ചുകൊണ്ട് വലിച്ചേറി ഒട്ടിക്കുന്ന രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാം. അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ രേണുസുതിയെ വിമർശിക്കുന്ന ആളുകൾ നല്ല റീച്ചിലെത്തിക്കുന്ന ഒരു കോണ്ടൻ്റാണ് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടൻറ്റുകൾ. അപ്പോൾ അവരെ വിമർശിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അതിലൂടെ എനിക്കും നല്ലൊരു ഏണിങ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ സത്യസന്ധമായിട്ട് അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരിക്കലും ഇനി അവരെ നമ്മൾ അറിഞ്ഞു വെച്ച് വിമർശിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് വിമർശിക്കുക. ഈ വിമർശിക്കുന്ന ആളുകളെല്ലാം അങ്ങനെ ചെയ്യുന്നവരാണോ? അല്ല. അതിൻ്റെയൊക്കെ ബാക്കിൽ അവർ ഒരു ഏണിങ്സും കൂടെ അവർ പ്രതീക്ഷിക്കുന്നതായിരുന്നു. ഈ വിമർശിക്കുന്ന ആളുകളെല്ലാം ഒന്ന് നിങ്ങളെ മോണിറ്റൈസേഷൻ, രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട മോണിറ്റൈസേഷൻ ഓണാണോ ഓഫാണോ എന്ന് നിങ്ങളെ സ്ക്രീൻഷോട്ട്, ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് സഹിതം പ്രൂഫ് സഹിതം ഒന്ന് വെച്ചിട്ട് നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ അതിനകത്ത് അന്തസ്സുണ്ടെന്ന് നിങ്ങളാണെങ്കിൽ പറയാം. ഇനി അവരെ വിമർശിക്കാതിരിക്കുക കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. കാരണം അവരൊരു 4ാമത്തെ സ്റ്റേജിൽ നിൽക്കണം. അവരെന്തോ കാണിച്ചോട്ടെ, എന്തോ ചെയ്തോട്ടെ. ഇതിനു മുമ്പും അവർ പല പല കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിക്കൊണ്ട്. പക്ഷേ ഇനി അവരെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് പാവം പേടിച്ചു കൂട്ടുന്നത്? എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ഈ രേണുസുതിയുടെ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. 1-2 വീഡിയോ. അത് കള്ളമാണെങ്കിലും ഫേക്കാണെങ്കിലും അവർ ഇനി അടിച്ചിറക്കിയ ബില്ലാണെങ്കിലും അടിച്ചിറക്കിയ മരുന്നാണെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻസിൻ്റെ അവസ്ഥ നമുക്ക് ഏത് കൊച്ചു കുഞ്ഞിനും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളത്. അറിയണമെങ്കിൽ ഇപ്പം RCC വരെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാവും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വോയിസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഇങ്ങനെ വന്ന് ഒരുപാട് പേര് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസർ പേഷ്യൻസിൻ്റെ അസുഖത്തിന് ഇത്രയും ചിലവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല മരുന്നുകൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ നിന്നൊക്കെ ഇവരെ ചിലപ്പം ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കാം, ഇവരെ വിമർശിക്കണമെന്ന് അജണ്ട എടുത്തിട്ടുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ ആ ഒരു വോയിസൊക്കെ വിത്തൗട്ട് പ്രൂഫോട് കൂടി ജസ്റ്റ് ഒരു വോയിസ്, ആർക്കെതിരെ നമുക്കൊരു ആരോപണം പറയാൻ ഒന്നും എവിടെ വേണമെങ്കിലും പറയാം. ആരെയും പേടിക്കേണ്ട കാര്യം, ആരോപണം എവിടെ വേണമെങ്കിലും പറയാം. പക്ഷേ അതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറയുന്ന സമയത്ത് അതും കൂടെ കാണിക്കണം. ഓക്കെ, എന്തായാലും ഞാനിവിടെ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവരെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്കിപ്പോഴും പറയാനുള്ളത് അവരെ വഴിക്ക് വിട്ടേക്ക്. വേറെ എന്തൊക്കെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്? ഒന്നുമില്ലെങ്കിൽ അവർ ചിലപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ ആയിരിക്കും ഇതൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവരവരെ വഴിക്ക് പോട്ടെ. ഇപ്പം അവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നുണ്ട് കുറേ ആളുകൾ. അങ്ങനെയാണെന്നെങ്കിൽ അവർക്ക് ഇത് മാറ്റി വെച്ചിട്ട്, ഈ നാടകം മാറ്റി വെച്ചിട്ട് ക്യാൻസർ ഇല്ല എന്നുള്ളൊരു ഇതാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അവർക്ക് പഴയതുപോലെ ഇനാഗുറേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ലക്ഷ്യങ്ങൾ കിട്ടുമല്ലോ. ഇതൊന്നും ഇല്ലാതെ എന്തിനാണ് അവർ റൂമിൽ തലമുടിയും മുട്ടയടിച്ചിട്ട് ഇപ്പോഴും അവർ കിടക്കുന്നത്? അതുള്ളതുകൊണ്ടല്ലേ. അതുള്ളതുകൊണ്ട് ക്യാൻസർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്, അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പം ഞാൻ അവരെ വിമർശിക്കാത്തത്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെ ആ ഒരു മാനസികാവസ്ഥ, മരുന്നും ബില്ലും കാര്യങ്ങളും എല്ലാം വന്ന് ജനങ്ങളെ കൊണ്ട് കാണിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നു. എന്നിട്ടും വിശ്വസിക്കാത്ത കുറേ ആളുകളുണ്ട്. എന്തിനാണ് അവരവരെ വഴിക്ക് വിടുക? എന്നാലും ചേച്ചി പറയുന്ന 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം. പറയുന്നു ഈ മെഡിസിൻ ഇതാണ്, നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ, ഇതിന്റെ വില അതേണ്ട നിങ്ങൾ കണ്ടോ? ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത് ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണിത്. ഇതിന്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷന്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ പറഞ്ഞ മെഡിസിൻ ആണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറെ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് ഇവര് പറഞ്ഞതുപോലെ ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് ഉള്ള ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം ഇത് വ്യാപകമായിട്ട് ബാധിക്കും ഓരോ അവയവങ്ങളെ. അപ്പോൾ അതിങ്ങനെ ബാധിച്ച്
പോകുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് അതിൻ്റെ ഒരു കുറച്ചൊന്ന് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ. അതിന് നല്ല എക്സ്പെൻസ് ആവും. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജൊക്കെ ഉള്ള ആളുകൾക്കായിരിക്കാം അതിനനുസരിച്ചുള്ള മരുന്നും അതനുസരിച്ചുള്ള ചിലവും ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇത് വായിക്കാം. ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ടാർഗറ്റ് തെറാപ്പിക്ക് സാധാരണ കീമോതെറാപ്പിക്കാൾ ചിലവ് വളരെ കൂടുതലാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങളും ഏകദേശ ചിലവുകളും എന്താണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ട് ചിലവ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാധുനിക മരുന്നുകൾ ക്യാൻസർ കോശങ്ങളെ മാത്രം കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കുന്ന അഡ്വാൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ മരുന്നുകൾ നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന് ഉയർന്ന നിർമ്മാണ ചെലവ്, വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഈ മരുന്നുകൾ വിപണിയിൽ എത്തുന്നത്. ഇന്ത്യയിൽ ഇതിൻ്റെ ചിലവ്, മരുന്നിൻ്റെ തരം, ക്യാൻസറിൻ്റെ സ്റ്റേജ്, എത്ര തവണ നൽകണം, ആശുപത്രിയിലൂടെ തരം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഒരു സൈക്കോളജിന് ഏകദേശം ഒരു സൈക്കിൾ ഇത് ചെയ്യുന്ന ഒരു സൈക്കിളിന് ഏകദേശം 25,000 മുതൽ 2 ലക്ഷം രൂപ വരെയും അതിൽ കൂടുതലും ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ രോഗത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ആണ് ഇതിൻ്റെ ചിലവ് കൂടുതലെന്നാണ് പറയുന്നത്. ആകെ ചിലവ് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മുഴുവൻ ചികിത്സയ്ക്ക് 2 ലക്ഷം മുതൽ 10 ലക്ഷത്തിന് മുകളിൽ വരെ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസിമിലർ മരുന്നുകൾ, സർക്കാർ പദ്ധതികൾ എന്ന് പറയുമ്പോഴത്തേക്ക് കാരുണ്യ ഫണ്ട്. ഈ കാരുണ്യ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അതിൻ്റെ പിറവെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓടി അതിന് സമയവും അതിൻ്റെ ഇതൊക്കെ കണ്ടെത്തുന്നവർക്ക് മാത്രമേ ഈ കാരുണ്യ പദ്ധതി കിട്ടത്തുള്ളൂ. എനിക്ക് രേണുസുതിയും അപേക്ഷിച്ച് രേണുസുതിയുടെ ഒരു വെച്ച് നോക്കിയിട്ട് അതിൻ്റെ പുറമെ എന്തായാലും പുള്ളിക്കാരി കഷ്ടപ്പെടാൻ തയ്യാറാവത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആ കാരുണ്യ പദ്ധതി അവർക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ പുറമെ ഒരുപാട് കടന്ന് ഓടുവാണെന്നുണ്ടെങ്കിൽ കാരുണ്യ പദ്ധതിയുടെ ഇത് കിട്ടും. അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഇനി ഒരു വീഡിയോയും കൂടെ ബാക്കിയും കൂടെ വെച്ച് തരാം. ചേച്ചി പറയുന്നതും കൂടെ, ചേച്ചിയല്ല രേണുവും കൂടെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ക്യാൻസർ ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ HER2 പോസിറ്റീവായ ടൈപ്പിലുള്ള ഒരു ക്യാൻസർ നിങ്ങളുടെ ആരുടെയും വീടുകൾ വരാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഓരോ കീമോ ചെയ്യുമ്പോഴും ഈ ഒരു ഇഞ്ചക്ഷനും കൂടെ അതിന്റെ കൂടെ എടുക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ടും അത് എടുക്കേണ്ടതാണ്. അപ്പൊ അതിന് ഓരോന്നിനും ഈ 2 ലക്ഷത്തി സംതിങ് വിലയാകും. ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇത് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായി ഒരു 17 എണ്ണോ എത്ര കീമോ പറഞ്ഞാൽ അതിനനുസരിച്ച് ഇത്രയും വിലയുടെ മെഡിസിൻ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഈ മെഡിസിന്റെ കാര്യത്തിൽ ഇതാണ് സത്യാവസ്ഥ. ഇനി ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവളെ സ്നേഹിക്കുന്നവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവര് ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. ആരുടെയും മുമ്പിൽ അവൾ തെണ്ടാൻ വന്നിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി അത് എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്നും അത് എൻ്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ എന്തായാലും അവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇനിയെങ്കിലും അവരെ വിമർശിക്കാതിരിക്കുക. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി പോട്ടെ. ഈ പറഞ്ഞ പോലെ അവർ തന്നെ പറയുന്നുണ്ട്, ചിലവ് കുറവുള്ള മരുന്ന് കിട്ടുന്ന കടകളോ സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് അറിയിക്കാൻ അവർ തന്നെ പറയുന്നുണ്ട്. നമ്മളിനിയിപ്പോൾ ഇതിനകത്ത് ഇനി എന്ത് പറയാനാണ്? അവരെ അസുഖം അത് ഉള്ളൊരു അസുഖമാണ്. പിന്നെ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അല്ലേ. ഇനിയും ഇവരെ വിമർശിച്ചിട്ട് അറിയുന്നുള്ള ഏണിങ്സ് നമ്മൾ കൈപ്പറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്കത് നമ്മളെ ഹെൽത്തിനത് ഇതാവത്തില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വിമർശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെ വഴിക്ക് വിട്ടോ.
വിടുക. അവരവരെ വഴിക്ക് പോട്ടെ. ഇനി അവരിനി എന്തോന്ന് പബ്ലിക്കിൽ കാണിച്ചാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരെന്തോ ചെയ്യട്ടെ എന്നുള്ളൊരു മട്ടിൽ വിടുക. ഞാനും വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം എന്തുകൊണ്ട് രേണുസുതിയെ ഇപ്പോൾ ഞാൻ ഈ ഒരു ലാസ്റ്റ് 1-2 വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ടില്ല, ഒരു പുണ്ണാക്കും മേടിച്ചിട്ടില്ല. പക്ഷെ അവരെ അസുഖം സത്യസന്ധമാണ് എന്ന് ഞാൻ അറിഞ്ഞു. അത് ജെനുവിനായിട്ടുള്ളൊരു സോഴ്സിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. മാത്രമല്ല ഈ 4th സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഒരു നല്ലൊരു കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനും ലാസ്റ്റ് വീഡിയോയിലൂടെ അവരെന്തോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാനും വീഡിയോ ചെയ്യാൻ ഇടവന്നത്. അപ്പോൾ ഇനിയെങ്കിലും അവരെങ്ങനെ വലിച്ചേറി ഒട്ടിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നമ്മളെ നേട്ടത്തിന് വേണ്ടിയിട്ട് വീണ്ടും എന്തിനാണ് ആ ഒരു അസുഖം പിടിച്ചൊരു വ്യക്തിയെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ക്രൂശിക്കുന്നത്? അവരെ ഭാവം കൂടെ അതിൻ്റെ ഭാവം കൂടെ നമ്മൾ എന്തിനാണ് ഏറ്റുവാങ്ങുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. സി യു.